ഒരു സിനിമയിൽ ഒരു ഭാഗം അതിമഹത്തരമായതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? പറഞ്ഞു വരുന്നത് പണി എന്ന സിനിമയെ പറ്റിയാണ്. എനിക്കറിയാം ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിനേക്കാൾ ഉപരി നായകനുമേൽ വ്യക്തമായ ആധിപത്യമുള്ള സ്ട്രോങ് വില്ലൻസ് ഉള്ള സിനിമ എനിക്കും ഇഷ്ടമാണ്. പക്ഷേ എന്ത് കാര്യവും അത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അത് പിടിവിട്ടു പോകും എന്ന് പറയാറില്ലേ? അതാണ് എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയത്. എന്ന് വെച്ചാൽ ശക്തരായ നായകർക്കെതിരെ അതിശക്തരായ വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാവപ്പെട്ട നായകന്മാർക്കെതിരെ അതിശക്തന്മാരായ വില്ലന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വില്ലന്മാരെക്കാൾ 10 മടങ്ങ് ശക്തരാണ് നായകനും സംഘവും. എന്നാലോ സിനിമ അങ്ങോളം ഇങ്ങോളം നായകന്റെ മേല് സർവാധിപത്യമായിരുന്നു വില്ലന്മാർക്ക്. ഒരു ഘട്ടത്തിലെത്തിയാൽ നമുക്ക് തന്നെ ഒരു ഹെൽപ്ലെസ് ഫീലിംഗും വരും. ഈ ബിൽഡപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന നായകന്മാരെയും കൂട്ടാളികളെയും കണ്ടാൽ ഇവരെന്ത് യൂസ്ലെസ് ആണെന്നുള്ള തോന്നലും വരും. ഒരുപക്ഷെ ഈ പടത്തിലെ നായകന്റെ സ്കെയിൽ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ വില്ലന്മാർ നായകന്റെ മേലെ ആധിപത്യം കാണിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് കണക്ട് ആവുമായിരുന്നു. ഫോർ എക്സാമ്പിൾ തുടരും എന്ന സിനിമയിൽ മോഹൻലാൽ ഏത് റേഞ്ചിലായിരുന്നു നിന്നിരുന്നത്, അതുപോലെ ഒരു സാധാരണക്കാരനായിരുന്നു ഇതിൽ ജോജു ജോർജിന്റെ കഥാപാത്രമെങ്കിൽ അങ്ങനെ കുടുംബം നോക്കി പോകുന്ന ഒരാൾക്ക് ഇതുപോലെ 2 ആന്റി സോഷ്യൽസിനെ നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഗിരിയാണ്, സെറ്റപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 പയ്യന്മാരിട്ട് ചക്രശ്വാസം വലിപ്പിക്കും. ശരിയാണ്, അത് തന്നെയാണ് ആ പടത്തിന്റെ വ്യത്യസ്തതയും. പക്ഷേ എന്തോ നായകൻ സഫർ ചെയ്യുന്നത് കാണുന്നതിനൊരു പരിധിയില്ലേ?